പെരുമ്പാവൂരിന് പിന്നാലെ ഏറ്റുമാനൂരിലും 2020 സ്ഥാനാർത്ഥി മാറും. 2020 സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച വീണ നായർക്ക് വോട്ടില്ല. ഏറ്റുമാനൂരിൽ NDA പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുന്നു. ടോബി, സാധാരണഗതിയിൽ പ്രാഥമികമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷമാണോ 2020? അത് ഒരിടത്തല്ല, ഒന്നിലധികം ഇടങ്ങളിൽ സമാനമായ അവസ്ഥയുണ്ടാകുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഒരു സ്ഥലത്താണെങ്കിൽ കോട്ടയം നമുക്ക് അല്ലെങ്കിൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടത്. ഇതിപ്പം യാതൊരു ഒരു തെരഞ്ഞെടുപ്പിന്റെ സീരിയസ്നെസ് ഇല്ലാതെയാണോ 2020 സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എന്നുള്ള സംശയം പോലും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വീണയ്ക്കും ഏറ്റുമാനൂരിൽ വോട്ടില്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. അതിനുശേഷം മണ്ഡലത്തിലേക്ക് എത്തി വലിയൊരു പ്രചരണമൊക്കെ നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ കാര്യം മനസ്സിലായത്. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസം അടുത്തു വരികയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് വോട്ടില്ല എന്നുള്ള ഒരു വിവരം അറിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമം 2020 ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.